മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട താരദമ്പതികൾ തന്നെയാണ് നസ്രിയും ഫഹദും. യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ. സിനിമയിൽ നിന്ന് ഒന്നിച്ചവരായതുകൊണ്ട് തന്നെ അവരോടുള്ള ഇഷ്ടം പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് അറിയിക്കാറുണ്ട്. നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു നസ്രിയുടെയും ഫഹദിന്റെയും വാർത്തകൾ. ഇപ്പോഴത്തെ നസ്രിയ ഫഹദിനെ കുറിച്ചുള്ളൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്നെന്നും കൂടെ കൊണ്ടു നടക്കാൻ എനിക്കൊരാളെ കിട്ടി എന്ന അർത്ഥം വരുന്ന ക്യാപ്ഷനോട് കൂടി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ചിത്രം പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ആരാണ് ആ ചിത്രത്തിൽ ആദ്യമുള്ളതെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പിന്നീടാണത് ഫഹദാണെന്നും ഇന്ന് ഫഹദിന്റെ പിറന്നാളാണെന്നും പ്രേക്ഷകർക്ക് മനസ്സിലായത്. എല്ലാവരും ഇപ്പോൾ കൈയടിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരജോഡികളായ ഫഹദ് ഫാസിലും നസ്രിയ നസീമും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റാൻ തുടങ്ങിയിട്ട് കുറേയധികം നാളുകളായി. മലയാളത്തിൽ ക്യൂട്ട് കപ്പിൾസായാണ് ഇരുവരും ആരാധകർ വിശേഷിപ്പിക്കാറുള്ളത്. ബാലതാരമായിട്ടാണ് നസ്രിയ സിനിമയിലെത്തുന്നത്. പിന്നീട് തിരക്കുള്ള നായികയായി മാറി. അതിനു മുൻപ് അവതാരികയായും കയ്യടി നേടിയിരുന്നു. മലയാളത്തിന് പുറത്ത് തമിഴിലും തെലുങ്കിലുമെല്ലാം നിരവധി ആരാധകരുണ്ട് നസ്രിയയ്ക്ക്. അങ്ങനെ കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഫഹദുമായുള്ള വിവാഹമെന്ന് പറയാം. ഇന്നിതാ മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് നസ്രിയ ഫഹദിന് പിറന്നാൾ ആശംസിച്ചുകൊണ്ട് എത്തുകയാണ്. സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഫഹദിൻ്റെ അടുത്ത് ആര് പറയാനാണ്, എന്ത് പറയാനാണ്? സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രണയവിവാഹമായിരുന്നു ഇവരുടേത്. പ്രണയം സിനിമാ സെറ്റിൽ നിന്ന് പൂത്തുലഞ്ഞതായിരുന്നു. ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഇഷ്ടത്തിലായ ഇരുവരും അധികം വൈകാതെ വിവാഹിതരായി. 2014 ഓഗസ്റ്റിലാണ് ഇരുവരും വിവാഹിതരായത്. വിവാഹശേഷം നസ്രിയ സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുത്തെങ്കിലും പിന്നീട് തിരിച്ചെത്തി. ട്രാൻസ് എന്ന സിനിമയിൽ ഫഹദിനൊപ്പമുള്ള നസ്രിയ അഭിനയിച്ചു. ശേഷം തെലുങ്ക് സിനിമയിലടക്കം താരം അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി വീണ്ടും ചെറിയൊരു ഇടവേളയിൽ പോയിരിക്കുകയാണ് നസ്രിയ. എന്തുകൊണ്ടാണ് തൻ്റെ ഇരു സിനിമകൾക്ക് ഇടവേള എന്ന് പലപ്പോഴും നസ്രിയ തുറന്നു പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഇടവേളകളൊക്കെ തന്നെയും താൻ ആനന്ദകരമാക്കാറുണ്ടെന്നും വിവാഹശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ് നസ്രിയ പറയുന്നത്. ഇടവേള തീരുമാനിച്ചതല്ല, ഇടയ്ക്കിടയ്ക്ക് കഥകൾ കേൾക്കാറുണ്ട്. ഇഷ്ടപ്പെടുന്നതിനോടൊക്കെ ഓക്കെ പറയും. ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല എന്ന കാരണത്താൽ മാത്രമാണ് ഇടവേളകൾ വേണ്ടി വന്നത്. എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാത്ത അല്ലെങ്കിൽ വ്യത്യസ്തത തോന്നിപ്പിക്കാത്ത ഒന്നിനോട് ഞാൻ ഓക്കെ പറയാറില്ല. അങ്ങനെയാണ് ഇടവേളകൾ ഉണ്ടാകുന്നതെന്ന് നസ്രിയ പറയുന്നു. വിവാഹശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട് നടി. മാറ്റങ്ങളൊന്നും ഇല്ലെന്നായിരുന്നു നസ്രിയയുടെ മറുപടി. ഒരുപാട് മാറില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ചത്. ഞാൻ ഫഹദിനെയും ഫഹദ് എന്നെയും മാറ്റാൻ നോക്കിയിട്ടില്ല. മുൻപ് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ് വിവാഹശേഷവും. ഞാൻ വന്നതുകൊണ്ട് ഫഹദ് ലൗഡ് പേഴ്സൺ ആയാലോ ഫഹദ് വന്നതുകൊണ്ട് ഞാൻ സൈലന്റ് പേഴ്സണും ആയിട്ടില്ല. രണ്ടുപേരും പരസ്പരം ബഹുമാനത്തോടെ മുന്നേറിയെന്ന് നസ്രിയ പറയുന്നു. ഇപ്പോൾ ഫഹദിന് ആശംസകൾ അറിയിക്കാൻ എല്ലാവരും എത്തുന്നതും നസ്രിയയുടെ അടുത്താണ്. സോഷ്യൽ മീഡിയയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തിയാണ് ഫഹദ്. ഫോണ് പോലും നേരാവണ്ണം യൂസ് ചെയ്യില്ല. കോള് വിളിച്ചാൽ പോലും എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് ഫഹദിന്റെ സുഹൃത്തുക്കൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരാളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. നസ്രിയാണ് അതിന് കാരണമെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.